മധുരയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്നും 3 പേർക്ക് സാധ്യത. PK ശ്രീമതിയും AK ബാലനും പ്രായപരിധി മാനദണ്ഡ പ്രകാരം ഒഴിയും. കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവും നിലവിൽ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. PK ശ്രീമതി ഒഴിയുമ്പോൾ പകരം ഒരു വനിതയെ പരിഗണിക്കാനാണ് സാധ്യത. TP രാമകൃഷ്ണനും കമ്മിറ്റിയിൽ വരും. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് കേരള ഘടകം നിർദ്ദേശിച്ചാൽ മറ്റെതിർപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അർജുൻ, നിർണായകമായ തീരുമാനങ്ങൾ എപ്പോഴായിരിക്കും വരിക? ആരൊക്കെയായിരിക്കും ഈ ഒഴിവുകളിലേക്ക് പുതിയതായി വരാൻ പോകുന്നത്? അർജുൻ, റോഷ്നി, ഗുഡ് ഈവനിങ്. കേന്ദ്ര കമ്മിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ 6-ാം തീയതി ഈ പാർട്ടി കോൺഗ്രസിൻ്റെ സമാപന ദിവസം മാത്രമായിരിക്കും ഉണ്ടാവുക. പക്ഷേ എന്തായാലും ഇപ്പോൾ അതിൻ്റെ നീക്കങ്ങളും ചർച്ചകളും എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുക എന്നുള്ള ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ പാർട്ടി അണികളുമൊക്കെ ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ നേതാക്കളും ഇത് സംബന്ധിച്ചിട്ടുള്ള ആരാവണം ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയുണ്ട്. എന്തായാലും 85 അംഗ കേന്ദ്ര കമ്മിറ്റിയാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ കേരളത്തിൽ നിന്ന് 3 പേരാണ് ഇപ്പോൾ ഒഴിവായി നിൽക്കുന്നത്. അത് ഒന്ന് കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടതിനെ തുടർന്ന് പകരം ഒരാളെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഒഴിവിലേക്ക് പോളിറ്റ് ബ്യൂറോയിൽ MV ഗോവിന്ദൻ വന്നുവെങ്കിൽ കൂടിയും MV ഗോവിന്ദൻ അതിനു മുൻപ് കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ തുടരുന്നയാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി ഉള്ള ആ ഒരു ഇതിലേക്ക് ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് പുറമെ PK ശ്രീമതിയും AK ബാലനും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധി കൊണ്ട് ഒഴിവാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് 3 ഒഴിവുകളാണ് ഉണ്ടാവുക. അപ്പോൾ PK ശ്രീമതി ഒഴിയുമ്പോൾ ഒരു വനിതയെ സ്വാഭാവികമായും പരിഗണിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ TN സീമ, തിരുവനന്തപുരത്തു നിന്നുള്ള TN സീമയ്ക്കാണ് സാധ്യതയായി പറയുന്നത്. അതിന് പുറമെ J മേഴ്സിക്കുട്ടിയമ്മയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. TP രാമകൃഷ്ണൻ LDFിൻ്റെ കൺവീനർ കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് TP രാമകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തും എന്നുള്ളത് ഏകദേശം ഒരു ഉറപ്പാവുന്ന ഒരു മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന് പുറമെയുള്ള ഒരു പേര്, അതായത് ഒരു വനിതയും TP രാമകൃഷ്ണനും മാറ്റി നിർത്താൻ പിന്നീടുണ്ടാവുന്നത് ഒരു ഒഴിവ് മാത്രമാണ്. അതിൽ റിയാസോ സ്വരാജോ രാജേഷോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്നാൽ കൂടുതലായി പരിഗണിക്കാൻ സാധ്യതയുള്ളത് മുഹമ്മദ് റിയാസിൻ്റെ പേരാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ പേര് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നതാണ്. എന്നാൽ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി റിയാസിനെ ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള കാര്യം കേരള ഘടകത്തോട് നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് റിയാസിനെ അന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാതിരുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ കേരള ഘടകം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വേണ്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നീടാവാം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ യെച്ചൂരിയെ പോലെ ഒരു നേതാവിൻ്റെ അഭാവം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രകാശ് കാരാട്ട് ഇത്തരം പിണറായി വിജയനോടൊക്കെ വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളായതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിൻ്റെ പേര് ഉയർന്നു വന്നാൽ അത് തള്ളിക്കളയാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ റിയാസിനാണ് കൂടുതൽ സാധ്യത പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെയല്ല തീരുമാനമെങ്കിൽ MP രാജേഷോ സ്വരാജോ ഒക്കെ വരാനുള്ള സാധ്യതയാണ് കൂടുതലായി പറയുന്നത്. കാരണം പാർട്ടി യുവാക്കളെ കൂടുതലായി കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തണം, യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത്തരത്തിൽ ഒരു യുവ നേതൃത്വത്തെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. തലമുറ മാറ്റം ഉണ്ടാകുമെന്നുള്ള ആവർത്തിക്കുമ്പോഴും കമ്മിറ്റികളിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എങ്കിൽ അതുകൂടി വിമർശനത്തിന് പിന്നീട് ഇടയാക്കും. ശരി, നോക്കാം. എന്തായാലും അർജുൻ, വിവരങ്ങൾ വരുമ്പോൾ നമുക്കതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.